Hello, welcome to a new video of BioOcean and ഇന്നുണ്ടല്ലോ നമ്മൾ NCERT ക്ലാസ് 10 ടെക്സ്റ്റ് ബുക്കിൽ ബയോളജിയിൽ നമ്മൾക്ക് 5 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ആൻഡ് ഈ 5 ചാപ്റ്റേഴ്സിൽ തേർഡ് ചാപ്റ്റർ ആണ് ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ. അപ്പോൾ ഈ ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ബേസിക്കലി പ്ലാന്റ്സും ആനിമൽസും ഒക്കെ എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിൽ വരുന്ന പ്ലാന്റ്സിന്റെ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ സബ് ഹെഡിങ്ങിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പോളിനേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ ഈ പോളിനേഷന്റെ അതിന്റെ ടൈപ്സ് അതിന്റെ സിഗ്നിഫിക്കൻസിന്റെ ഒക്കെ ഒരു വീഡിയോ നമ്മൾ കുറച്ച് നാൾ മുന്നേ ഇട്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് ബേസിക്കലി കുറച്ചും കൂടെ ഹയർ ലെവൽ ഒരു ഇച്ചിരി ഹയർ ലെവൽ +2 ഡിഗ്രി ലെവലിലുള്ള ഒരു ടോപ്പിക് ഡിസ്ക്രിപ്ഷൻ ആണ് ആ ഒരു വീഡിയോക്കകത്തുള്ളത്. ഇന്ന് നമ്മളുടെ CBSE ബോർഡിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക ഇന്നത്തെ ഈ പോളിനേഷന്റെ വീഡിയോ നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കുക. അപ്പം ഈ ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു പാർട്ട് മാത്രമാണ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടോപ്പിക് മാത്രമാണ് പോളിനേഷൻ. ബാക്കി ടോപ്പിക്സും ബാക്കി ചാപ്റ്റേഴ്സും ഒക്കെ നമ്മൾ പയ്യെ പയ്യെ ഇടും കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പോളിനേഷൻ എന്താ അതിന്റെ 2 ഡിഫറെന്റ് ടൈപ്സ് അത്രയുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. ഓക്കെ, യെസ്. അപ്പോൾ ലൈക്ക് നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ ആരെങ്കിലുമൊക്കെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ ഇതുപോലെ CBSE ബോർഡിൽ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടെ നമ്മളുടെ ചാനലും വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് രണ്ടൊക്കെ അത് ഈക്വലി ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, നമുക്ക് നല്ല സ്റ്റാർട്ട് ചെയ്യാം. പോളിനേഷൻ ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ I think 6th സ്റ്റാൻഡേർഡ് ഒക്കെ മുതലേ നമ്മൾ പഠിച്ചു വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ പൊതുവെ നമ്മളുടെ 10th എത്തുമ്പോഴത്തേക്കും ഇതേ ടോപ്പിക് ഒന്നും കൂടെ ഒക്കെ ഒന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും ഒരു പ്രതി എന്താ പറയുക ഈസി ആയിട്ട് ഫീൽ ചെയ്യും. ഇച്ചിരി ആശ്വാസമൊക്കെയാണ് അല്ലേ. അപ്പം നമ്മൾക്ക് എന്തായാലും നമ്മൾക്ക് 10th എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് പോളിനേഷനെ പറ്റിയിട്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ പൊതുവേ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ഫ്ലവേഴ്സ് 2 ടൈപ്സ് ഉണ്ട്. അതിനകത്ത് യൂണിസെക്ഷുവൽ ബൈസെക്ഷുവൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അതിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം. അതിനു മുന്നേ ഈ ഫ്ലവേഴ്സ് പൊതുവേ 2 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മനുഷ്യന്മാര് 2 ടൈപ്സ് ഉണ്ട് അല്ലേ. ലൈക്ക് പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട്. ഇത് അനിമൽസിൽ നോക്കിയാലും കാണാം അല്ലേ. അനിമൽസിനും ഇതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൺ ആയിട്ട് ജനിക്കുന്ന ലൈക്ക് അനിമൽസ് ഉണ്ടായിരിക്കും, മെയിൽ അനിമൽസ് ഉണ്ടായിരിക്കും, ഫീമെയിൽ ആയിട്ടുള്ള അനിമൽസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ മെയിൽ ഫീമെയിൽ എന്ന് പറയുന്നത് എല്ലാ ലിവിങ് ഓർഗാനിസംസിലും ഓൾമോസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ്. സിമിലർലി ഫ്ലവേഴ്സ് എന്ന് പറയുന്നതും 2 ടൈപ്സ് ഉണ്ട്. 2 ടൈപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ 2 ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ മോസ്റ്റ്ലി ഒരെണ്ണം ഒരു മെയിൽ ഫ്ലവർ ആയിരിക്കും, ഒരെണ്ണം എങ്ങനെയുള്ളതായിരിക്കും ഒരു ഫീമെയിൽ ഫ്ലവറും ആയിരിക്കും. പിടികിട്ടിയോ? അപ്പൊ നമ്മൾ പുരുഷന്മാരും സ്ത്രീകളും ഉള്ളതുപോലെ തന്നെയാണ് ഫ്ലവേഴ്സിൽ മെയിൽ ഫ്ലവർ ഫീമെയിൽ ഫ്ലവർ ഒക്കെ ഉള്ളത്. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾ ഈ മെയിൽ ഫ്ലവർ ഫീമെയിൽ ഫ്ലവർ എന്നൊക്കെ പറഞ്ഞ ആൺപൂ പെൺപൂ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ പാരന്റ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ നമ്മളുടെ പപ്പായ മരമൊക്കെ ഇല്ലേ, പപ്പായക്കകത്ത് ഈ ആൺപപ്പായ ഉണ്ട് പെൺപപ്പായ ഉണ്ട്. ആൺപപ്പായ ആണെന്നുണ്ടെങ്കിൽ ചുമ്മാ ഇങ്ങനെ പൂവിട്ടുകൊണ്ടിരിക്കും. ലൈക്ക് ഇങ്ങനെ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് കൊല കൊലയായിട്ടാ പൂവുണ്ടാവുക, പക്ഷെ പുള്ളി കഴിക്കത്തില്ല, കായ ഉണ്ടാവില്ല. ഫീമെയിൽ പപ്പായ ആണെന്നുണ്ടെങ്കിൽ ആണ് അതിൽ കായെല്ലാം ഉണ്ടാവുക. പിടികിട്ടിയോ? അപ്പോൾ അങ്ങനെ ലൈക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്. ഇതുപോലെ മെയിൽ ഫീമെയിൽ ഒക്കെ ആയിട്ട് വ്യത്യസ്ത പൂക്കളൊക്കെ ഉള്ള ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. ഒരെണ്ണം എക്സാമ്പിൾ നമുക്ക് പപ്പായ പറയാം. മറ്റൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ജാതിക്ക. ആൺജാതി ആണെന്നുണ്ടെങ്കിൽ കായ്ക്കില്ല, പെൺജാതി ആണെങ്കിൽ മാത്രമേ കായ്ക്കുള്ളൂ. പിടികിട്ടിയോ? ജാതി മീൻസ് ജാതിക്ക, നട്ട്മെഗ് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ പോലെ മെയിൽ ആൻഡ് ഫീമെയിൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. സീ നമ്മള് ഇപ്പൊ ഒരു ഹ്യൂമനെ കണ്ട നമുക്കതൊരു മനുഷ്യനാന്ന് അറിയാം, പക്ഷെ നമ്മൾ എങ്ങനെയാ അതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത്? ലൈക്ക് ഇതൊരു മെയിൽ ആണ് അല്ലെങ്കിൽ ഇതൊരു ഫീമെയിൽ ആണ് നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതിന് പല മെക്കാനിസംസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫിസിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ ഡിഫറൻസസ് ഉണ്ടായിരിക്കും അല്ലെ. ഫിസിക്കലി നോക്കിയിട്ട് നമുക്ക് പറയാം. പക്ഷെ ഇപ്പൊ ഒരു മുടിയൊക്കെ ബോബ് ചെയ്ത് ഉള്ളൊരു ലേഡി ഒരു ജീൻസും ഷർട്ടൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ സംടൈംസ് വി ആർ ലൈക്ക് കൺഫ്യൂസ്ഡ് അല്ലെ. അപ്പൊ ബയോളജിക്കലി സ്പീക്കിംഗ് ഒരു ജീവിനെ മെയിൽ ആൻഡ് ഫീമെയിൽ ആക്കുന്നത് അതിന്റെ ഓർഗൻസ് ആണ് അല്ലെ. സ്പെസിഫിക്കലി സ്പീക്കിംഗ് ആ ജീവിയിലുള്ള ഓർഗൻസ് ആണ് അതിനെ മെയിൽ ആൻഡ് ഫീമെയിൽ ആക്കുന്നത്. സിമിലർലി ഇവിടെ ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവറിനെ മെയിൽ എന്നും ഫീമെയിലും ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്തുണ്ട്? സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗൻസ് ഉണ്ട്. ഈ ഓർഗൻസിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് ഒരു ഫ്ലവർ ആണ്.
ഈ ഫ്ലവറിന്റെ കളർഫുൾ ആയിട്ടുള്ള പാർട്ടാണ് പെറ്റൽ എന്ന് പറയുന്നത്. അതിന്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ദിസ് ഇസ് ദ പെറ്റൽ കേട്ടോ. ഈ കളർഫുൾ പാർട്ടിനെയാണ് നമ്മൾ പെറ്റൽ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് ഈ ഒരു പച്ച കളറുള്ള പാർട്ട് കണ്ടോ, ഇത് ആക്ച്വലി ഈ പൂവ് മുട്ടായിരിക്കുന്ന സമയത്ത് അതിനെ കവർ ചെയ്തിട്ട്, ഈ മുട്ടൊക്കെ കവർ ചെയ്തിട്ട് ഒരു പച്ച കളറിലൊരു ഒരു സംഭവം ഉണ്ടാവില്ലേ, അതാണിത്. ആൻഡ് ഇറ്റ് ഇസ് കോൾഡ് എ സെപ്പൽ. സെപ്പൽ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക കേട്ടോ, സെപ്പൽ. ആൻഡ് ഈ സെപ്പൽസ് ആക്ച്വലി മുട്ട് മാറി അത് വിരിയുമ്പോഴത്തേക്കും എന്തായിട്ട് മാറും, അതൊന്നിങ്ങനെ ഒന്നിങ്ങനെ ഓപ്പൺഡ് ആയിട്ട് വരും. ആൻഡ് പെറ്റൽ ആക്ച്വലി കളർഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ആൻഡ് പെറ്റലിൽ കണ്ട് ആകൃഷ്ടരായിട്ടാണ് പൊതുവെ ബീസും അങ്ങനത്തെ ഇൻസെക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമ്മളുടെ പൂവിലേക്ക് വരിക. ഓക്കെ, സോ ദിസ് ഇസ് പെറ്റൽ ആൻഡ് ദിസ് ഇസ് സെപ്പൽ. ഇനി അത് അവിടെ നിൽക്കട്ടെ. നമ്മൾക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഈ യെല്ലോ കളറിൽ കാണുന്ന പാർട്സ് ആണ്. കാണുന്നുണ്ടോ? ഈ യെല്ലോ കളറിലെ പാർട്സ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. സിമിലർലി ഒരു പച്ച കളറിലെ പാർട്ട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അല്ലെ. ഈ യെല്ലോ കളറിലെ പാർട്ട് ഒരു സൈഡിൽ 3 ഇപ്പറ സൈഡിൽ 3 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണാം. അപ്പൊ ആ 6 രണ്ട് സൈഡ്സിലായിട്ട് കൊടുത്തിരിക്കുന്ന 6 നമ്മൾ വിളിക്കുന്ന പേരാണ്, വി കോൾ ഇറ്റ് ആസ് സ്റ്റെയ്മൻ. നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെയ്മൻ. സ്റ്റെയ്മൻ എന്ന് പറയുന്നത് ഒരു പൂവിന്റെ മെയിൽ പാർട്ടാണ്. ഇപ്പൊ നമ്മൾക്ക് മെയിൽ ആയിട്ടുള്ള ഒരു ആളെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി മെയിൽ ഓർഗൻസ് ഉള്ള പോലെ തന്നെ പൂവിന് ഒരു മെയിൽ ഓർഗൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മെയിൽ പാർട്ട് ഉണ്ട്. ഓർഗൻ എന്നൊന്നും നമ്മൾ പറയത്തില്ല കേട്ടോ. ഫ്ലവേഴ്സിന്റെ കേസിൽ നമ്മളുടെ മെയിൽ പാർട്ട് ഉണ്ട്. ആ മെയിൽ പാർട്ടിന്റെ പേരാണ് എന്ത്, വി കോൾ ഇറ്റ് ആസ് സ്റ്റെയ്മൻ. സ്റ്റെയ്മൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിളിക്കുക. ഈ സ്റ്റെയ്മന്റെ സ്ട്രക്ചർ ഒക്കെ നമ്മൾ പഠിക്കും കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ദാ ഇവിടെ ഒരു പച്ച കളറിലെ പാർട്ട് കാണാൻ പറ്റുന്നതായിരിക്കും അല്ലെ. ദാ ഇങ്ങനെ നീളത്തിലിരിക്കുന്ന ഈ പച്ച കളറിലെ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ദാറ്റ് ഇസ് കോൾഡ് ആസ് കാർപ്പൽ. കാർപ്പൽ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കും. ആൻഡ് അതിനെ നമ്മൾ ഫീമെയിൽ പാർട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ചില പൂവിനകത്ത് ഈ പറഞ്ഞ പോലെ രണ്ടും ഒരുമിച്ച് കാണാൻ പറ്റും, മെയിൽ ആൻഡ് ഫീമെയിൽ ഒരുമിച്ച് കാണാൻ പറ്റും. ചിലതിനകത്ത് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് കാണുന്നുണ്ടായിരിക്കുക. ലൈക്ക് മെയിൽ പൂക്കൾ ഒരെണ്ണം, ഫീമെയിൽ പൂക്കൾ ഒരെണ്ണം. അങ്ങനത്തെ എക്സാമ്പിൾ ആണ് നമ്മൾ ഈ പപ്പായയും അതുപോലെ നട്ട്മെഗ് ജാതിക്കും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഓർത്ത് വെച്ചേക്കണം കേട്ടോ, ഈ ടേംസ് ഓർത്ത് വെച്ചേക്കണം. മെയിൽ പാർട്ടിനെ നമ്മൾ സ്റ്റെയ്മൻ എന്ന് പറഞ്ഞ് വിളിക്കും, ഫീമെയിൽ പാർട്ടിനെ കാർപ്പൽ എന്ന് വിളിക്കും. കാർപ്പലിന് മറ്റൊരു പേരുണ്ട്, ദാറ്റ് ഇസ് കോൾഡ് ആസ് പിസ്റ്റിൽ. പിസ്റ്റിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കാർപ്പലിനെ വിളിക്കാറുണ്ട്. ഇനി ഈ പെറ്റലും സെപ്പലിനും അങ്ങനത്തെ റോളൊന്നും ഇല്ല എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇറ്റ്സ് ജസ്റ്റ് ഫോർ അതർ പർപ്പസസ്. പെറ്റൽ സെപ്പലിന് ഈ പോളിനേഷനകത്ത് അങ്ങനെ പെറ്റലിനുണ്ട്, കാരണം പെറ്റലിൽ ആകൃഷ്ടരായിട്ടാണല്ലോ വരിക. അല്ലാതെ ഈ മെയിൽ ഫീമെയിൽ ഡിറ്റർമിനേഷന് പെറ്റലിനും സെപ്പലിനും റോളില്ല. പെറ്റലിനും സെപ്പലിനും പകരം കാർപ്പലും സ്റ്റെയ്മനുമാണ് അതിനെ മെയിൽ ആൻഡ് ഫീമെയിൽ, ഒരു പൂവിനെ മെയിൽ ആൻഡ് ഫീമെയിൽ ആക്കി മാറ്റുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ആദ്യം ഒരു പിക്ചർ കാണാം. ഇതാണ് ഒന്നെന്ന് ഞാൻ എഴുതിയേക്കുന്നതാണ് ഈ ഒന്നാമത്തെ പിക്ചർ. ഓക്കെ, ഈ പിക്ചർ ആണ് ആക്ച്വലി എന്ത്, ദിസ് ഇസ് ആക്ച്വലി ദ സ്റ്റെയ്മൻ. സ്റ്റെയ്മൻ ആരായിരുന്നു? സ്റ്റെയ്മൻ ആക്ച്വലി നമ്മളുടെ പൂവിന്റെ മെയിൽ പാർട്ട് ആയിരുന്നു അല്ലെ. മെയിൽ പാർട്ടാണ് സ്റ്റെയ്മൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മെയിൽ പാർട്ട് ആയിട്ടുള്ള സ്റ്റെയ്മൻ ആണ് നിങ്ങൾക്ക് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നതായിരിക്കാം. അപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, മുകളിൽ ഇതുപോലെ ഓവൽ ഷേപ്പിലെ 2 ഭാഗങ്ങളുണ്ട് അല്ലെ. ഈ ഓവൽ ഷേപ്പിൽ ഇനി 2 ഉരുണ്ട സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വി കോൾ ഇറ്റ് ആസ് ആന്തർ. ആന്തർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കും. ഇനി താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും, ഈ ഒരു ഉരുണ്ട ഭാഗത്ത് നിന്ന് കണക്ട് ചെയ്തിട്ട് ഒരു കോല് പോലെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഒരു സ്റ്റോക്ക് പോലെ താഴോട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ആ സ്റ്റോക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിലമെന്റ്. നമ്മൾ എന്ത് വിളിക്കും, ഫിലമെന്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പൊ ആന്തറും അതുപോലെ തന്നെ ഫിലമെന്റും, A+F എന്നാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. ആന്തറും ഫിലമെന്റും കൂടെ ചേർത്താൽ നമ്മൾക്ക് എന്ത് കിട്ടും, വി വിൽ ബി ആക്ച്വലി ഗെറ്റിംഗ് സ്റ്റെയ്മൻ. നമ്മൾക്ക് എന്ത് കിട്ടും, സ്റ്റെയ്മൻ ആണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. സ്റ്റെയ്മൻ ആണ് ഒരു പൂവിന്റെ എന്ത്, ദാറ്റ് ഇസ് ദ മെയിൽ പാർട്ട്. അപ്പൊ സ്റ്റെയ്മന്റെ സ്ട്രക്ചർ പഠിച്ചല്ലോ. ഈ ആന്തറിനകത്ത് ഒരു സ്പെഷ്യൽ സാധനം കാണാൻ പറ്റുമേ, അത് നമ്മൾ പഠിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ പിക്ചറിലോട്ട് വരാവേ. ഇതാണ് രണ്ടാമത്തെ പിക്ചർ. അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ പിക്ചറിൽ കാണുമ്പോഴത്തേക്ക് അല്പം വലിയൊരു പിക്ചർ അത് അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് ദ കാർപ്പൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു കാർപ്പലിന്റെ വേറൊരു പേരാണ് എന്ത്, ദാറ്റ് ഇസ് ദ പിസ്റ്റിൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിൽ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് ദ എന്ത് പാർട്ട്, ദിസ് ഇസ് ദ ഫീമെയിൽ പാർട്ട്. ഒരു പൂവിന്റെ ഫീമെയിൽ ഭാഗമാണ് ഇത്. ആൻഡ് ഇതിനകത്ത് സ്പെഷ്യൽ ആയിട്ട് നമ്മൾക്ക് 3 പാർട്സ് കാണാൻ പറ്റും. ഫസ്റ്റ് പാർട്ടാണ് സ്റ്റിഗ്മ, സെക്കൻഡ് പാർട്ടാണ് സ്റ്റൈല്, ദെൻ തേർഡ് പാർട്ടാണ് ഓവറി. ഓക്കെ, അങ്ങനെ 3 പാർട്സ് ഉണ്ട് കേട്ടോ, സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി. സ്റ്റിഗ്മ എന്ന് പറയുന്നത് ഈ ഒരു സർഫസ് ഇല്ലേ, മുകളിലത്തെ ഈ ഒരു സർഫസ്, ഈ സർഫസിനെയാണ് നമ്മൾ സ്റ്റിഗ്മ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ആൻഡ് ദെൻ താഴോട്ട് ഇങ്ങനെ ഒരു ട്യൂബ് പോലെ ഫോം ചെയ്തിട്ടില്ലേ, അതാ ഈ ഒരു ട്യൂബ്, ഈ ഒരു ട്യൂബിനെയാണ് നമ്മൾ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ആൻഡ് ലേറ്റർ ഈ ബേസൽ പോർഷൻ, ദാറ്റ് മീൻസ് ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന താഴത്തെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വി കോൾ ഇറ്റ് ആസ് ഓവറി. അപ്പൊ നിങ്ങൾ ചോദിക്കും ഓവ്യൂൾ എന്താന്ന് പറയാം. അതിന് മുന്നേ
നമ്മൾ ഒന്നും കൂടെ മനസ്സിലാക്കുക. നമ്മൾക്ക് പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് 3 പാർട്ട് ഉണ്ട്. സ്റ്റേമനിൽ 2 പാർട്ടേ ഉണ്ടായുള്ളൂ, ആന്തറും ഫിലമെന്റും അല്ലേ. പക്ഷെ കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിലിനകത്ത് എന്തുണ്ട്? 3 പാർട്ട് ഉണ്ട്. ഒരെണ്ണം ദാറ്റ് ഇസ് സ്റ്റിഗ്മ, ദെൻ കംസ് ദ സ്റ്റൈൽ. അതുകൊണ്ടാണ് 2 എസ് എഴുതിയിരിക്കുന്നത്. ഒരെണ്ണം സ്റ്റിഗ്മയുടെ എസ്, ഒരെണ്ണം സ്റ്റൈലിന്റെ എസ്. പിന്നെ നമ്മൾക്ക് എന്തുണ്ട്? നമ്മൾക്ക് ഒരു ഓവറി ഉണ്ട്. ഇത് 3ഉം കൂടെ ചേർത്താലാണ് നമ്മൾക്ക് എന്ത് കിട്ടുക? വി വിൽ ബി ഗെറ്റിംഗ് കാർപ്പൽ, അല്ലെങ്കിൽ എന്ത് കിട്ടും? നമ്മൾക്ക് പിസ്റ്റൽ കിട്ടും. കിട്ടിയോ? നമ്മൾക്ക് എന്ത് കിട്ടും? വിൽ ബി ഗെറ്റിംഗ് പിസ്റ്റൽ. യെസ്. അപ്പൊ ഇത്രയാണ് കാര്യങ്ങൾ. ഇനി നമ്മളുടെ സ്റ്റേമൻ ആൻഡ് ആന്തറിലോട്ട് നമ്മൾ ഒന്നും കൂടെ തിരിച്ചു വരികയാണ്. സ്റ്റേമനിൽ കാണുന്ന ഒരു ടോപ്പ് പോർഷൻ അല്ലെ, ഈ ടോപ്പ് പോർഷനെയാണ് നമ്മൾ ആന്തർ എന്ന് വിളിച്ചത്. ആന്തറിനകത്ത് നമ്മൾക്ക് എന്ത് കാണാൻ പറ്റും? പോളൻ ഗ്രെയിൻസ് കാണാൻ പറ്റും. ഐ ഹോപ്പ് എല്ലാവരും പോളൻ ഗ്രെയിൻസ് എന്നൊരു വാക്കൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പോൾ ആന്തറിനകത്ത് നമ്മൾക്ക് എന്ത് കാണാൻ പറ്റും? പോളൻ ഗ്രെയിൻസ് കാണാൻ പറ്റും. സോ മുന്നത്തെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പച്ച പാർട്ട് അല്ലെ, ദിസ് ഇസ് ദ ആന്തർ അല്ലെ. ആന്തറിനകത്ത് നമ്മൾ ആന്തർ ഇത് അടച്ചു വെച്ചിരിക്കുകയാണ്. ആന്തർ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനകത്ത് എന്ത് കാണാം? പോളൻ ഗ്രെയിൻസ് കാണാം. എന്ത് കാണാം? പോളൻ ഗ്രെയിൻസ്. എടാ അപ്പൊ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് എന്താ? ഒരു ഫ്ലവർ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് മെയിൽ ഉണ്ട്, ഫീമെയിൽ ഉണ്ട്, അങ്ങനെ പാർട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഇനി നമ്മൾ ആ ഒരു ഇപ്പൊ മനുഷ്യന്മാരിൽ മെയിൽനെസ് കൊടുക്കുന്നത് ദാറ്റ് ഇസ് ദ സ്പെർം അല്ലെ, ഫീമെയിൽനെസ് കൊടുക്കുന്നത് ദാറ്റ് ഇസ് ദ ഓവറി. അപ്പൊ മനുഷ്യന്മാര് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യും, ഫീമെയിൽസ് മനുഷ്യന്മാരിൽ പുരുഷന്മാര് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യും, ഫീമെയിൽസ് ലൈക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഓവം അല്ലെങ്കിൽ എഗ് പ്രൊഡ്യൂസ് ചെയ്യും എന്ന് പറയുന്ന പോലെ പൂവിനകത്ത് ഒരു ആൺപൂവാണെങ്കിൽ അതിനൊരു പാർട്ട് ഉണ്ടായിരിക്കും, അതാണ് സ്റ്റേമൻ. ഈ സ്റ്റേമൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് ആക്ച്വലി എന്ത്? വി കോൾ ഇറ്റ് ആസ് പോളൻ. പോളൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. പിടികിട്ടിയോ? സിമിലർലി നമ്മളുടെ പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്ന് പറഞ്ഞു വരുന്നതിനകത്ത് എന്തുണ്ട്? വി ക്യാൻ ഫൈൻഡ് ദ ഓവറി അല്ലെ. താഴെ ഉണ്ടായിരുന്ന കുടം പോലിരിക്കുന്ന ആ ബേസൽ റൗണ്ട് പോർഷനെയാണ് നമ്മൾ ഓവറി എന്ന് പറഞ്ഞ് വിളിച്ചത്. ഈ ഓവറിക്കകത്ത് എന്തുണ്ട്? ഓവ്യൂൾ ഉണ്ട്. അപ്പൊ പോളൻ പോലെ, പോളൻ ഒരു മെയിൽ അല്ലേ, അതേപോലെ ഈ പറഞ്ഞ ഫീമെയിൽ ആണ് എന്ത്? ഓവ്യൂൾ എന്ന് പറയുന്നത്. നമ്മളുടെ മനുഷ്യരുടെ കേസിൽ ഓവത്തിന് പകരമായിട്ട് പൂവിൽ കാണുന്നതാണ് എന്ത്? ഇസ് ദ ഓവ്യൂൾ. പിടികിട്ടിയാ? അപ്പൊ ഓവറിക്കകത്ത് എന്തുണ്ട്? ഓവ്യൂൾ ഉണ്ട്. പുരുഷന്മാര് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ആൺപൂക്കൾ പോളൻ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ആൺ പാർട്ടിൽ നിന്ന്, മെയിൽ പാർട്ടിൽ നിന്ന് പോളൻ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് സ്ത്രീകൾ എഗ് അല്ലെങ്കിൽ ഓവം മനുഷ്യരിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ പൂവിന്റെ പെൺഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പൂവിന്റെ ഫീമെയിൽ പാർട്ടിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും? ഓവ്യൂൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ആൻഡ് ഈ ഓവ്യൂളും പോളനും കൂടെ സംയോജിച്ചാലാണ് ഫെർട്ടിലൈസേഷൻ നടന്നു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? പറയാൻ പറ്റുക. സ്പേമും ഓവവും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോഴല്ലേ മനുഷ്യരിൽ ഫെർട്ടിലൈസേഷൻ നടക്കുക. സിമിലർലി ഓവ്യൂളും അതുപോലെ തന്നെ നമ്മളുടെ പോളനും കൂടെ ഫ്യൂസ് ചെയ്താലൊക്കെയാണ് ഫെർട്ടിലൈസേഷൻ നടത്തുന്നതൊക്കെ നമ്മൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുക? പറയാൻ വേണ്ടിയിട്ട് സാധിക്കാം. ഓക്കെ. ഇനിയാണ് നമ്മളുടെ മെയിൻ ടോപ്പിക്, ദാറ്റ് ഇസ് ലൈക്ക് നമ്മൾ പോളിനേഷൻ എന്ന് പറഞ്ഞ് പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്. പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൂവിനകത്ത് പോളൻ ഗ്രെയിൻ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഇവിടെ പോളൻ ഗ്രെയിൻ ഉണ്ടായിരുന്നു, ഞാൻ ഇതിനെയാണ് ഒന്നാമത്തെ പൂവായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇത് എന്റെ രണ്ടാമത്തെ പൂവാണ്. ഓക്കെ, ഇതെന്റെ രണ്ടാമത്തെ പൂവാണ്. ആൻഡ് ഈ ഒന്നാമത്തെ പൂവിൽ എന്തുണ്ടായിരുന്നു? പോളൻ ഗ്രെയിൻസ് ഉണ്ടായിരുന്നു. അപ്പോ ഈ പൂവിനകത്ത് പോളൻ ഗ്രെയിൻസ് സ്റ്റേമനിലാ കാണുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. ആൻഡ് പോളൻ ഗ്രെയിൻസ് സ്റ്റേമനിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് എത്തിക്കാം. ഓക്കെ, ഏതെങ്കിലും ആയിക്കോട്ടെ. അതിപ്പോ ഒന്നാമത്തെ പൂവിൽ രണ്ടാമത്തെ പൂവിലോട്ട് വേണമെങ്കിൽ എത്തിക്കാം, ഒന്നാമത്തെ പൂവിൽ തന്നെ സ്റ്റിഗ്മ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വേണമെങ്കിൽ എത്തിക്കാം. എങ്ങനെ ആയിക്കോട്ടെ, 1-2 പൂക്കളെന്നൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇതിപ്പോ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ 1-2 പൂവെന്നൊക്കെ വെച്ചിട്ട് കാണിച്ചേക്കുന്നു എന്നുള്ളത് മാത്രമേ. ഒരു പോളൻ ഗ്രെയിനെ സ്റ്റേമനിൽ നിന്ന് സ്റ്റിഗ്മയിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യിക്കുന്നു. സ്റ്റേമൻ എന്താ? മെയിൽ പാർട്ടാ. സ്റ്റിഗ്മ എന്താ? ഫീമെയിൽ പാർട്ടാ അല്ലെ. അപ്പൊ സ്റ്റിഗ്മയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? വി കോൾ ഇറ്റ് ആസ് പോളിനേഷൻ. അപ്പൊ നിങ്ങൾ ഇവിടെ ഒന്നെന്നുള്ള പൂവിനെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആ യെല്ലോ കളറിലെ സാധനങ്ങൾ കാണാൻ പറ്റും അല്ലെ. ഈ യെല്ലോ കളറിലെ സാധനങ്ങൾ എന്താണ്? ആക്ച്വലി ദേ ആർ ആക്ച്വലി പോളൻ ഗ്രെയിൻസ് അല്ലെ. ഇതെന്താണ്? ദിസ് ഇസ് പോളൻ ഗ്രെയിൻസ്. ഈ പോളൻ ഗ്രെയിൻസിനെ ഒരു ഈച്ച അല്ലെ, തേനീച്ച ക്യാരി ചെയ്തിട്ട് എങ്ങോട്ട് കൊണ്ടുപോകുന്നു? രണ്ടാമത്തെ പൂവിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് അത് എവിടെയായിരിക്കും ചെന്ന് ലാൻഡ് ചെയ്യുക? ഒന്ന് ഊഹിച്ചു നോക്കിക്കേ, എവിടെയായിരിക്കും ചെന്ന് ലാൻഡ് ചെയ്യുക? രണ്ടാമത്തെ പൂവില് സ്റ്റിഗ്മയിലായിരിക്കും അത് ചെന്ന് ലാൻഡ് ചെയ്യുക. കാരണം ഈ ബി ഉണ്ടല്ലോ, ബബിൾ ബി ഉണ്ടല്ലോ, അത് പോളൻ ഗ്രെയിനെ കളക്ട് ചെയ്തിട്ടുണ്ടാവുക ഒന്നാമത്തെ പൂവിന്റെ സ്റ്റേമനിൽ നിന്നായിരിക്കും അല്ലെ. അപ്പൊ ഈ സ്റ്റേമനിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് വണ്ട് വഴിയായിട്ട് അല്ലെങ്കിൽ ഈച്ച വഴിയായിട്ട് നമ്മൾ എങ്ങോട്ട് എത്തിക്കുന്നു? നമ്മൾ സ്റ്റിഗ്മയിലോട്ട് എത്തിക്കുന്നു. അങ്ങനെ എത്തിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് പോളിനേഷൻ. നമ്മൾ ഇതിനെ പോളിനേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ആൻഡ് ഈ പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഈ തേനീച്ചനെ മാത്രമല്ല നമ്മൾ ആശ്രയിക്കുക. ബേർഡ്സ് പോളിനേഷൻ ചെയ്യും, അതുപോലെ തന്നെ നമ്മളുടെ എന്താ
മറ്റ് ഇൻസെക്റ്റുകൾ, ബഗ്സ്, ബീറ്റിൽസ്, സകലമാന സാധനങ്ങൾ, പൂവിൽ കണ്ടുവരുന്ന എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് കുറെ അധികം ഇൻസെക്റ്റുകളൊക്കെ പോളിനേഷൻ ചെയ്യുന്നവരാണ്. അപ്പൊ ആരൊക്കെയാണോ പോളിനേഷൻ ചെയ്യുക, പോളിനേഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ പോളൻ ഗ്രെയിൻസിനെ ഇങ്ങനെ കൊണ്ടു നടക്കണം അല്ലെ. അങ്ങനെ പോളിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോളൻ ഗ്രെയിൻസിനെ കൊണ്ടു നടക്കുന്നത് ആരും ആയിക്കോട്ടെ, അവരെല്ലാവരെയും നമ്മൾ എന്ത് വിളിക്കും? ഏജന്റ്സ് ഓഫ് പോളിനേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഏജന്റ്സ്, പോളിനേഷന്റെ ഏജന്റുകൾ അല്ലെ. LIC ഒക്കെ ചേർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നവരുണ്ടായിരിക്കും, അവർ നമ്മൾ LIC ഏജന്റ് എന്ന് വിളിക്കും അല്ലെ. അപ്പം അവർ ചെയ്യുന്ന ജോലിയാണ് ആളുകളെ കൊണ്ട് എന്ത് ചെയ്യുക? LIC എടുപ്പിക്കുക എന്ന് പറയുന്നത് അല്ലെ. എല്ലാവരും LIC ഒക്കെ എഴുതണം കേട്ടോ. ഇറ്റ്സ് ലൈക്ക് ഒരു സുരക്ഷയല്ലേ. എനിവേ, അപ്പൊ സിമിലർലി പോളിനേഷൻ നടക്കണമെങ്കിൽ പോളൻ ഗ്രെയിൻസിനെ നമ്മൾ കൊണ്ടു നടക്കണം. അങ്ങനെ കൊണ്ടു നടക്കുന്നത് ആരും ആയിക്കോട്ടെ, അതിപ്പോ ഒരു തേനീച്ചയായാലും ഒരു വണ്ടായാലും ഒരു ബീച്ചിലായാലും ഒരു ബഗ്ഗായാലും whatever the thing is, അതിനെല്ലാം നമ്മൾ വിളിക്കുന്ന കോമൺ പേരാണ് എന്ത്? പോളിനേഷന്റെ ഏജന്റ് എന്ന് പറയുന്നത്. ഏജന്റ് ഓഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. പിടികിട്ടിയോ? ഓക്കെ. ഇനി പോളിനേഷൻ 2 ടൈപ്സിലുണ്ട്. അതില് ഒന്നാമത്തെ ടൈപ്പ് പോളിനേഷൻ ആണ് നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആൻഡ് ഈ ഒന്നാമത്തെ ടൈപ്പ് പോളിനേഷൻ നമ്മൾ സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഈ പിക്ചറിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഈ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്ന എല്ലാ പാർട്സും ആക്ച്വലി എന്താണ്? ദാറ്റ് ഈസ് ദ സ്റ്റേമൻ അല്ലെങ്കിൽ മെയിൽ പാർട്ട്. ആൻഡ് ഈ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഈ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് ആക്ച്വലി ഫീമെയിൽ പാർട്ട് ആണ്, ദാറ്റ് ഈസ് ദ പിസ്റ്റിൽ അല്ലെ. അപ്പൊ ഒരു പൂവിൽ തന്നെ മെയിൽ പാർട്ടും കാണാം, ഫീമെയിൽ പാർട്ടിലും കാണാം. ഒരു പൂവിൽ തന്നെ മെയിൽ പാർട്ടും ഉണ്ട്, ഫീമെയിൽ പാർട്ടും ഉണ്ട്. ഈ സ്റ്റേമൻ എന്ന് പറഞ്ഞ മെയിൽ പാർട്ട് ഉണ്ടല്ലോ, ഇതിനകത്ത് പോളൻ ഗ്രെയിൻസ് ഉണ്ടായിരിക്കും അല്ലെ. നിറയെ 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 പോളൻ ഗ്രെയിൻസ് ഉണ്ടായിരിക്കും. അപ്പോ ഇവന്റെ സ്വന്തം പോളൻ ഗ്രെയിൻസ് ഇവന്റെ തന്നെ സ്റ്റിഗ്മയിലേക്ക് വെച്ചു കൊടുത്താൽ പോരെ? മതി അല്ലെ. അപ്പൊ ഇവിടെ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യും? നേരെ വന്ന് അതിന്റെ തന്നെ സ്റ്റിഗ്മയിൽ ലാൻഡ് ചെയ്യും. അപ്പൊ പോളിനേഷൻ നമ്മൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് വേറൊരു പൂവോ അല്ലെങ്കിൽ വേറൊരു ചെടിയോ അങ്ങനെയൊന്നും ആവശ്യമില്ല. ഒറ്റ പൂവിൽ തന്നെ പോളിനേഷൻ നടക്കുന്നു. അപ്പൊ പോളൻ അതേ പൂവിൽ നിന്ന് അല്ലെങ്കിൽ അതേ സ്റ്റെയ്മനിൽ നിന്ന് അതിന്റെ തന്നെ സ്റ്റിഗ്മയിൽ ചെന്ന് വീഴാന്ന് വിചാരിക്കാം. സ്വന്തം പൂവിന്റെ സ്റ്റെയ്മനിൽ നിന്നിട്ട് അതെന്ത് ചെയ്യുന്നു? സ്വന്തം പൂവിന്റെ സ്റ്റിഗ്മയിൽ ചെന്ന് ലാൻഡ് ചെയ്യുന്നു. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് സെൽഫ് പോളിനേഷൻ. സെൽഫായിട്ട് പോളിനേറ്റ് ചെയ്യുന്നു, വേറെ ഒരു തെണ്ടിയുടെ ആവശ്യമില്ല. അങ്ങനെ പിടികിട്ടിയോ? അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഇനി കംസ് ദ ക്രോസ് പോളിനേഷൻ. ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ കണ്ട പോലെ ഇവിടെ 2 പൂക്കളുണ്ട്. ഞാൻ ഇവിടെ അതിന് 1, 2 എന്ന് പേരിടുകയാണ് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ പൂവില് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് 2 പാർട്സും കാണാം കേട്ടോ. പക്ഷെ എന്നിരുന്നാൽ പോലും ഒന്നാമത്തെ പൂവില് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ മഞ്ഞ കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ദാറ്റ്സ് ഓൾ സ്റ്റേമൻ അല്ലെ. അവിടെ നിന്ന് നമ്മൾ പോളൻ ഗ്രെയിൻ എടുത്തു. പോളൻ ഗ്രെയിനിന്റെ ഒരു ബീയുടെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ എവിടെ കൊണ്ടുപോയി ലാൻഡ് ചെയ്തു? നിങ്ങൾ ആരോ മാർക്ക് നോക്കിയാൽ കാണാൻ പറ്റും അല്ലെ. സ്റ്റിഗ്മയിൽ കൊണ്ടുപോയി ലാൻഡ് ചെയ്തു. അതുപോലെ തന്നെ ആ ബ്ലൂ ലൈൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇപ്പറേ നിന്നിട്ടുള്ള സെക്കൻഡ് ഫ്ലവറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് നമ്മൾ ഫസ്റ്റിന്റെ സ്റ്റിഗ്മയിൽ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്തു. അപ്പോ ഇങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും എന്ന് അറിയാമോ? ഒരു പൂവിന്റെ പോളൻ ഗ്രെയിൻസ് മറ്റൊരു പൂവിൽ എത്തിപ്പെടുകയാണ്. അപ്പൊ 2 ഫ്ലവേഴ്സ് അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് നമ്മൾ ആവശ്യം വരുന്നുണ്ട് അല്ലെ. ഇങ്ങനെ നടക്കുന്ന പോളിനേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് ക്രോസ് പോളിനേഷൻ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ആദ്യത്തെ പൂവിലും സ്റ്റേമൻ ഉണ്ട്, രണ്ടാമത്തെ പൂവിലും സ്റ്റേമൻ ഉണ്ട്. സിമിലർലി ആദ്യത്തെ പൂവിലും കാർപ്പൽ ഉണ്ട്, രണ്ടാമത്തെ ഫ്ലവറിലും കാർപ്പൽ ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ ഒന്നിലെ പോളൻ ഗ്രെയിൻസിനെ നമ്മൾക്ക് രണ്ടിലോട്ട് എത്തിക്കാം, അതല്ലെങ്കിൽ 2ലെ പോളൻ ഗ്രെയിൻസിനെ നമ്മൾക്ക് ഒന്നാമത്തെ പൂവിലോട്ട് എത്തിക്കാം. എങ്ങനെ വേണമെങ്കിലും നടക്കും. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? 2 ഫ്ലവേഴ്സ് ആണ് നമ്മൾ ടേക്ക് ചെയ്യുന്നത് അല്ലെ. നമ്മൾ എടുക്കുന്നത് 2 ഫ്ലവേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് ക്രോസ് പോളിനേഷൻ. അപ്പൊ പോളിനേഷന്റെ 2 ടൈപ്സ് ആണ് എന്ത്? സെൽഫും ക്രോസും. പിടികിട്ടിയോ? ഇത്രയാണ് നമ്മൾക്ക് ലൈക്ക് ഈ പറഞ്ഞ പോലെ NCERT പോളിനേഷനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ബേസിക്കലി ഫ്ലവർ എന്താണ്, ഫ്ലവറിന്റെ പാർട്സ് പഠിച്ചു, 2 ടൈപ്പ് മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ട് പഠിച്ചു. അതിന്റെ പാർട്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ പോളിനേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് പോളിനേഷനകത്ത് നമ്മൾ എന്താണ് പോളിനേഷൻ എന്ന് പഠിച്ചു, 2 ടൈപ്സ് പോളിനേഷൻ പഠിച്ചു അല്ലെ. സെൽഫും ക്രോസും എന്നുള്ള രീതിയിൽ 2 ടൈപ്പ് പോളിനേഷൻ പഠിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആൻഡ് ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ ഫോർ യു. ഇഫ് യു ഫൈൻഡ് ദിസ് ഹെൽപ്ഫുൾ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഉള്ളവർക്കും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അത്രയേ ഉള്ളൂ. ബൈ ബൈ.